കപ്പ കൃഷിയിൽ ഞാൻ തൂമ്പ ഉപയോഗിക്കുന്നില്ല. തൂമ്പ ഉപയോഗിക്കാതുള്ള പണി ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പൊ അതാണ് ഇത്രയും ലാഭകരമായിട്ട് ഇങ്ങനെ കപ്പ കൃഷി ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഒരേക്കർ സ്ഥലം ഇപ്പം പ്ലാന്റ് ചെയ്യാൻ ഒരു 6 മാൻ പവർ മതി. 10 ചാക്ക് പൊട്ടാഷയിൽ 1000 രൂപ വില കയറി പോയവർക്ക് 10,000 രൂപ വ്യത്യാസം. അത് തന്നെയല്ല, കോഴിവളം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വളങ്ങളെന്ന് പറഞ്ഞു വണ്ടിക്കൂലിയ. ഈ സാധനത്തിനെല്ലാം വില കയറി പോയവർക്ക് ഒരേക്കർ സ്ഥലം കൃഷി ചെയ്യുമ്പോൾ ഏകദേശം 15,000 രൂപ 20,000 രൂപ കൃഷിക്കാരൻ്റെ പോയിരിക്കും. എന്തോ എന്താ പരിപാടി? ഞാനേ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തോരപ്പാൻ കയറിയിട്ടുണ്ട്. കപ്പ വറക്കാറായി വരുന്നു, തോരപ്പാൻ കയറിയിട്ടുണ്ട്. അപ്പൊ തോരപ്പന്റെ ഇതുണ്ടോ, തുരപ്പനെലി അല്ലെ? തോരപ്പനെലി എന്ന് പറഞ്ഞാൽ പന്നേലി അല്ലേ, വലിയ പുറത്തോട്ട് നടക്കുന്ന എലിയല്ല. മണ്ണിന്റെ അടിക്കൂടെ വരും, തുരങ്കുണ്ടാക്കി വരുന്നതാ ഇത്. ഇതില് മുഴുവൻ ഉണ്ടല്ലോ. ഈ കുറച്ച് ഭാഗത്തുണ്ട് ഇങ്ങനെ. അതൊരു സൈഡിൽ നിന്നായിരിക്കും കയറുന്നത് അല്ലെ? അത് ഒരു പോർഷനിൽ ഇങ്ങനെ ഉണ്ടാകുന്നതാണ് ഇത്. ഇത് നശിപ്പിച്ച് കളയുന്നില്ല ഇതിനെ ഞാനിപ്പോ നിലവിൽ നശിപ്പിക്കാൻ പോകുന്നില്ല. അപ്പൊ നശിപ്പിക്കാതിരിക്കുമ്പോ ഈ കപ്പ മുഴുവൻ പോയല്ലേ? ഇല്ല, അത് ഒരു അബദ്ധധാരണ. ഞാനൊരു കീടനാശിനിയോ ഈ സാധനങ്ങളോ ഇതിനകത്ത് കപ്പയ്ക്കകത്ത് ഞാൻ ഇതുവരെ വെക്കുകയല്ല ഈ എലിക്ക് വേണ്ടി. അപ്പം അതിന്റെ വിഷം ഈ കപ്പ വലിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. മുറിവുള്ള സമയം ഉണ്ടാവും കപ്പയ്ക്ക്. അതായത് ഈ എലി കടിച്ച് മുറിവുണ്ടാവും. ആ മുറിവുള്ള സമയത്ത് നമ്മൾ കൊണ്ടുപോയി ഇപ്പൊ സാധാരണ വെക്കുക എന്ന് പറയുന്ന കാർബൈഡ് അല്ലേ വെക്കുന്നത്? കാർബൈഡ് എന്ന് പറയുന്ന സംഭവത്തിന് ഞാൻ പറയാലോ, അത് സ്വാഭാവികമായിട്ട് അവിടെ ഇരുന്ന് പുകഞ്ഞിട്ട് എലി ചാകുന്ന പോലെ തന്നെ ഇതിന്റെ വിഷാംശം മുറിവുള്ളത് കൊണ്ടാണ്. അല്ല കപ്പ സൈനൈഡ് കൊണ്ട് വലിക്കുകയല്ല. ഈ എലി കടിച്ചേക്കുന്ന മുറിവുള്ളത് കൊണ്ട് അതിലേക്ക് കയറും. സൈനൈഡ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ കയറുകയല്ലായിരുന്നു. കപ്പയ്ക്ക് സൈനൈഡ് വിഷാംശം ഉള്ളതുകൊണ്ട് വേറെ ഒരു വിഷാംശം കയറില്ല. പക്ഷെ ഇത് കയറും. ഈ കപ്പ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ കപ്പയ്ക്ക് ബാക്കിയുള്ള അത് കയറി കഴിഞ്ഞിട്ട് അത് തണ്ടലോട്ട് വരുമല്ലോ. അപ്പൊ അത് നിൽക്കുന്ന കടിക്കാത്ത മുറിവില്ല, കടിക്കാത്ത നല്ല കപ്പയ്ക്കുള്ള ക്ഷീണം വരും. ഇതിന്റെ വിഷത്തിന്റെ അംശം കയറും. ഞാൻ അതുകൊണ്ട് വിൽക്കാനാന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യല. അപ്പൊ എലി കൊണ്ടോട്ടെ നോക്കാം. അത് കൊണ്ടോട്ടെന്ന് വെക്കും. റൂമിനെ സംബന്ധിച്ച് ഇതിപ്പോ ഏക്കർ കണക്കിന് ചെയ്തിരിക്കുന്ന കപ്പയാണ്. അപ്പൊ അതിനകത്ത് കുറച്ച് എലി കൊണ്ടുപോയി നടത്താൻ കുഴപ്പമില്ല. ഞാൻ ചെറിയ സമയം ചെലവഴിക്കുകയല്ല. പക്ഷേ ഈ 10-100 ചോടൊക്കെ നട്ടേക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് തുരപ്പം കയറി കഴിഞ്ഞാൽ അവന്റെ മുഴുവൻ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തീർക്കും. അന്നേരം ഈ എലിയെ നശിപ്പിച്ചേ പറ്റത്തുള്ളൂ. റൂമിനെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല. കാരണം അങ്ങനെയുള്ള ചിലപ്പോൾ മട കുത്തി വിട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ വിഷം വെക്കാതെ പരമാവധി. പക്ഷെ ഇങ്ങനൊരു വിഷം വെക്കുമ്പോ ഇങ്ങനൊരു അവസ്ഥയുണ്ട്, പ്രശ്നമുണ്ട്. അത് ജനം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നില്ല. അതൊരു അറിവാണ്. കാരണം മുറിവുണ്ടാകണം, കടിച്ചു മുറിച്ച് അതിലെ സ്വാഭാവികമായിട്ടും അതിന്റെ അംശം കയറാം. അപ്പോഴും ആ ചോട് മുഴുവൻ വിഷത്തിന്റെ വിഷാംശം കയറും. സാധ്യതയല്ല, കയറും. ഇത് എത്ര മാസമായതാ ഈ കപ്പ? ഇത് ഒക്ടോബറിൽ ഇട്ടിരിക്കുന്ന. ഒക്ടോബർ അല്ലേ? സെപ്റ്റംബർ 30 ഒക്ടോബർ 10 എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തം തീർത്തിരിക്കുന്ന മൊത്തം തോട്ടവും. ഇത് പറിക്കാറായതാണോ? നിലവിൽ വേണമെങ്കിൽ. അപ്പൊ ഒക്ടോബർ എന്ന് പറയുമ്പോ ഇത് ജൂലൈ അല്ലേ? ഓഗസ്റ്റ് ഓണത്തോടുകൂടി പറിക്കും. ഓണം കഴിഞ്ഞോ അല്ല ഓണത്തോടുകൂടി ഞാൻ പറിക്കും. ഞാൻ ഏകദേശം 12 മാസം എന്നുള്ള 13 മാസം കിടക്കണമെന്ന് ചിന്താഗതിക്കാരനാ. എങ്ങനെ 12 മാസം വേണോ ഇതിന്റെ വളർച്ചയ്ക്ക്? ഞാൻ 12 പറയുന്ന ശ്രദ്ധിച്ചോ, 10 മുതൽ നമുക്ക് പറിക്കാം. 10 മാസം മുതല്. പക്ഷെ ഞാൻ 12 മാസമോ 13 മാസമോ കപ്പ പൊക്കോട്ടെന്നുള്ള ചിന്താഗതി. തൂക്കം കൂടുള്ളൂ. തൂക്കം കൂടും. ഇപ്പം കപ്പയ്ക്ക് ന്യായമായ വിലയുണ്ടല്ലേ? എന്ത് കിട്ടുമെന്ന് പറഞ്ഞ ഒരേക്കർ സ്ഥലത്ത് 10 ടൺ കപ്പയാണ്. 10 അല്ല 12, 8 ടണ്ണ് തൊട്ട് 12 ഇടയിലായിട്ട് കപ്പ വിളയുള്ളൂ. വിളവ് കിട്ടുള്ളൂ. അപ്പം 10 ടണ്ണ് നമ്മൾ ശരാശരി പിടിച്ചു. 10 ടണ്ണ് നമ്മൾ ശരാശരി പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഒരു ചാക്ക് പൊട്ടാഷിന് 1390 രൂപ, 1400 രൂപ, 2400 രൂപ കൊടുക്കണം. 2000 ഒരു ചാക്ക് 50 കിലോ. അപ്പൊ ഒരു 100 കിലോ എന്ന് പറയുമ്പോൾ 100 കിലോ എന്ന് പറയുമ്പോൾ 5000-ന് 200 രൂപ കുറവ്. 5000 രൂപ. ഞാൻ ഈ കപ്പ കൃഷി തുടങ്ങുമ്പോൾ 700 രൂപ 800 രൂപ ഉള്ളായിരുന്നു. അന്നും കപ്പയ്ക്ക് 35 രൂപ വില ഉണ്ടായിരുന്നു. ആ സമയത്തും അന്ന് 8 രൂപ താത്ത കച്ചവടക്കാര് തോട്ടത്തിൽ കൊണ്ടുപോയിരുന്നു. 8 രൂപ താത്ത. അപ്പൊ 30 രൂപ വില ഉണ്ടായിരുന്നപ്പോ 8 രൂപ താത്ത എടുക്കുമ്പോ എനിക്ക് 22 രൂപ കിട്ടി. ഇപ്പോഴും 22 ഉള്ളൂ. 5 വർഷം മുമ്പ്, 6-7 വർഷം മുമ്പ്. ഇന്ന് പൊട്ടാഷ് 1400 രൂപ കടന്നിരുന്ന പൊട്ടാഷ് ഇപ്പൊ 1200 1400 ആയി, 1900 ആയി. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറയാണ് 2500 രൂപ ലോഡ് വരുന്നതെന്ന് പറഞ്ഞു. ഇനി വരുന്ന പ്രാവശ്യം എനിക്കിപ്പോ പൊട്ടാഷ് അടിച്ചിട്ടിരിക്കുന്ന വരുന്ന പ്രാവശ്യം എനിക്ക് 2500 രൂപ കൊടുക്കണം. ഒരേക്കർ സ്ഥലം പൊട്ടാഷ് തരണമെന്നുണ്ടെങ്കിൽ 4 ചാക്ക് 5 ചാക്ക് പൊട്ടാഷ് വേണ്ടി വരും. 5 ചാക്ക് പൊട്ടാഷ് എന്ന് പറയുന്നതിന് സംഭവം അവിടെ ചെന്നു. 5 ചാക്കല്ല, ഒരു ട്രിപ്പ് കയറുന്നതിന്, ഒരു തവണ 4 ചാക്ക് പൊട്ടാഷ് കയറി പോകും. അതായത് 2 ചാക്ക കയറുന്നെങ്കിൽ ചിലപ്പം 10 ചാക്ക് പൊട്ടാഷ് വേണ്ടി വരും.
ഒരേക്കർ സ്ഥലത്ത് അത്രയും വേണോ? 10 ചാക്ക് പൊട്ടാഷ് കയറും. പൊട്ടാഷ് തന്നെ വേണം. അത് ശരി. അപ്പൊ യൂറിയക്ക് 280 രൂപ വിലയേ ഉള്ളൂ. നമ്മള് രാസവളം അല്ലാണ്ട് അടിസ്ഥാന വളങ്ങൾ ആയിട്ട് വല്ലോ ജൈവവളം വല്ലതും കൊടുക്കാറുണ്ടോ? ജൈവവളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജൈവവളം ഞാൻ നേരത്തെ കോഴിവളം ഇട്ടിട്ടുണ്ടേ. ഇപ്പൊ ഞാനത് നിർത്തി. കോഴിവളത്തിൽ നിന്ന് കേട് കോഴിവളം 1 വർഷം 2 വർഷം അന്യമായിട്ട് വളവ് കിട്ടും. 3ാമത്തെ വർഷമായി 4 ഭാഗ്യത്തിനും വളവില്ല. കാരണം മണ്ണിലെ വളത്തെയും വലിച്ചു കൊടുക്കുക എന്നുള്ള ജോലിയാണ് കോഴിവളം ചെയ്യുന്നത്. 37% നൈട്രജൻ അതിനകത്തുണ്ട്. നൈട്രജന്റെ ജോലി തന്നെ നമുക്കറിയാലോ. അപ്പൊ അതാണ് ഈ പറ്റുന്നത്. നല്ല 1-2 കൊല്ലത്തേക്കാണെങ്കിൽ കോഴിവളം ഫസ്റ്റാണ്. ഈ കപ്പയില് വ്യാപകമായിട്ടൊരു കേട് വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ചീച്ചല് പോലെ, എന്നിട്ട് അത് അഴുകിയിട്ട് തണ്ട് മുഴുവൻ പോകുന്ന അത് ഈ പ്രധാനമായിട്ടും കാണുന്ന ഈ രാമപുരം ആ ഭാഗത്താണ്. അത് ആവർത്തന കൃഷി വരുന്ന കാരണം കപ്പയ്ക്ക് പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിട്ട് ആ തണ്ട് തന്നെയല്ലേ ഇടുന്നേ. അല്ല, അത് ഇപ്പം പലരും പറയുന്നത് ഈ കോഴിവളം ഇട്ടുകൊണ്ടാണെന്ന് പറയുന്നു. അല്ല, കോഴിവളം ഇട്ടുകൊണ്ട് തന്നെയല്ല. കോഴിവളത്തിന്റെ അകത്ത് ഈക്കോളിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈക്കോളിൻ അത് മണ്ണിന് ചെടികൾക്കും ദോഷമാണ്. ഏത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പരിധി കൂടുതൽ മണ്ണിൽ നിന്ന് പൊട്ടാഷ്, ഫോസ്ഫറസ് ഇങ്ങനെയുള്ള എല്ലാം ഒരു പരിധി കൂടുതൽ നമ്മൾ വലിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് പറ്റുന്നത് എന്നാന്ന് വെച്ചാൽ ആ മണ്ണിൽ പിന്നെ ഈ കപ്പയും ചോറ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ ഇവർക്ക് പൊട്ടാഷ് ആവശ്യമാണ്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അവിടെ മണ്ണിന് ശക്തിയില്ലെന്നായി കഴിയുമ്പോൾ അത് വളവില്ലാതെ ആയി കഴിയുമ്പം ഈ പറയുന്ന രോഗങ്ങളെല്ലാം വരും. അപ്പൊ കോഴിവളം ഒരു 6 മാസമെങ്കിലും കഴിഞ്ഞ് ഉപയോഗിക്കാമെന്നാണ് സാധാരണ പറയുന്നത്. അതായത് ഈ ഫാമിൽ നിന്ന് വാരി അതേപടി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഈ അറക്കപ്പൊടിയിൽ നിന്നൊക്കെ ഉള്ള ഈ രോഗാണുക്കളെല്ലാം വന്ന് ഇതിനെ ബാധിക്കാറുണ്ടെന്ന് പറയുന്നു. ഓവറായിട്ട് കോഴിവളം ഇട്ട് കഴിഞ്ഞിട്ടാൽ ഓവറായിട്ട് മണ്ണിനെ ചൂഷണം ചെയ്തെടുക്കും. അപ്പൊ മണ്ണ് സ്വാഭാവികമായിട്ടും പ്രകൃതി റിജക്ട് ചെയ്യും. ഏത് കൃഷിയാന്ന് പറഞ്ഞാലും പ്രകൃതി റിജക്ട് ചെയ്ത് കളയും. ഒന്നേ കാറ്റടിച്ച് കളയും, അല്ല നശിപ്പിച്ച് കളഞ്ഞിരിക്കും. കോഴിവളം ഒരു പരിധി വരെ ദോഷമല്ലേ നമ്മുടെ മണ്ണിന്? ഒരു പരിധി വരെ അല്ല, 70% ദോഷമല്ലേ? ദോഷമാണ്. ഞാൻ പറയുന്നുണ്ടല്ലോ, 1-2 കൊല്ലത്തേക്ക് ഭയങ്കര വളമായിരിക്കും. 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളവില്ലെന്നാവും. അതായത് 10 ടണ്ണ് കിട്ടുന്നിടത്ത് 6 ടണ്ണൊക്കെ ആയിരിക്കും. അതുപോലെ 4 ടണ്ണ് കുറഞ്ഞു പോകും. അത്രയും വ്യത്യാസം വ്യത്യാസം. മണ്ണിനൊരു കേടിന്റെ ഇത് വരാതെ, കാരണം മണ്ണിലുള്ള മൂലകങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നേ. അവിടെ മൂലകങ്ങളെ മുഴുവൻ അവിടെ ഇല്ലെന്നാക്കും. അപ്പൊ ഈ അല്ലാതെ ഇപ്പം ചാണകപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ? ചാണകപ്പൊടിയൊക്കെ ഒരു പരിധി വരെ ഉള്ളന്നേ. നമുക്ക് ഈ ജൈവവളമായിട്ട് എന്താ കൊടുക്കുന്നത്? ജൈവവളമായിട്ട് ഞാനിപ്പോ കൊടുത്തോണ്ടിരിക്കുന്ന ഫാക്ടിന്റെ വേസ്റ്റ് അടിച്ചു കൂട്ടി വരുന്നുണ്ട്. വേസ്റ്റ് അതായത് ജൈവ വേസ്റ്റ് എല്ലാം കൂടി അതിൻ്റെ അകത്ത് ചെറിയ അംശം ദൂഷ്യമുള്ളതുണ്ട്. ആ സംഭവമാണ് ഞാൻ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ കപ്പയൊക്കെ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് അല്ലേ? ഇത് നല്ല ബലമുള്ളതല്ലേ? അപ്പൊ ഈ കപ്പ കൃഷിയാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി എന്നാണ് പൊതുവെ കർഷകർ പറയുന്നത്. വാഴ കൃഷിയെ വെച്ച് നോക്കുമ്പോഴൊക്കെ അല്ല, ഞാനിത് ശ്രദ്ധിച്ചു കേട്ടോളുക. കൃഷിക്കാർക്ക് എല്ലാം മാസം എന്ന് പറഞ്ഞ പോലെ അവർക്ക് വളം എല്ലാം പോയിക്കൊണ്ടിരിക്കണം. നല്ല മാസം 45 പക്കം പോയിക്കൊണ്ടിരിക്കണം. കപ്പ കൃഷിയിൽ എന്റെ കപ്പ കൃഷിയിൽ ഞാൻ ഒന്ന് കിള പരിപാലിച്ച് ഒരു മിഷൻ വെച്ചിട്ട് കളയുണ്ട്. ആ സമയത്ത് ഒരു സ്വല്പം ജൈവവളം ഇട്ട് കൊടുക്കും. ആ കൂട്ടത്തിൽ സ്വല്പം ഫോസ്ഫറസ് ശകലം കൊടുത്തിരിക്കും. പിന്നെ ഞാൻ എക്കോഷൂട്ടും വാമും കൂടെ ചേർത്താണ് നടുന്നത്. അപ്പം ഫോസ്ഫറസിനെ മണ്ണിലെ വളങ്ങളെല്ലാം ഇത് വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൊടുക്കുന്ന പുതുമഴ കഴിഞ്ഞ് ശരിക്കായി കഴിയുമ്പോൾ ഈ ഏപ്രിൽ മാസത്തോട് ഒരു വളം. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വളം ചെയ്തിട്ടിരിക്കുക. അത് പൊട്ടാഷ്യം യൂറിയ മാത്രമാണ്. ഇത് 1 ഏക്കർ സ്ഥലമാണ്. 1 ഏക്കർ സ്ഥലത്തിന് ഞാൻ 4.5 ചാക്ക് പൊട്ടാഷ് കയറ്റി. 4.5 ചാക്ക് പൊട്ടാഷും ഒരു 3 ചാക്ക് യൂറിയയും കൂടെ കയറ്റി മിക്സ് ചെയ്തിട്ട് വാരി വെതറിയിട്ടിരിക്കുന്ന. ഇനിയിപ്പോൾ ഒരു 1.5 മാസം കൂടെ കഴിഞ്ഞ് പറിക്കും. അതിപ്പോൾ കച്ചവടക്കാർ അവർക്ക് ഓണത്തിന് ഇറക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ തോട്ടം മുഴുവൻ ഞാൻ ഓണത്തിന് ഇറക്കാന്നുള്ള രീതിയിൽ ഇറക്കിയിരുന്നു. അവർക്ക് കൊടുത്തിട്ടിരിക്കുന്ന ആ സമയത്താണ് ഏറ്റവും വില കിട്ടുന്നത് അല്ലേ? വില കിട്ടുന്നില്ല. അവർക്ക് സുരക്ഷിതമായിട്ട് വന്ന് പറിക്കാവുന്ന ഒരു അന്തരീക്ഷം എൻ്റെ തോട്ടം ആ സമയത്താണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്തേക്ക് ചിലപ്പോൾ ഓണം കഴിഞ്ഞിട്ടേ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും വിളവ് കിട്ടാൻ വേണ്ടി ഏത് സമയത്ത് കപ്പ കൃഷി ചെയ്യാം? കപ്പ കൃഷി 2 തരമുള്ള, ഒന്ന് കുമ്പക്കപ്പയും ഒന്ന് തിലാക്കപ്പയും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇന്നിപ്പോ ഓൾ സീസൺ ആയിട്ട് ഇടുന്നുണ്ട്. അത് പോട്ടെ, വെറൈറ്റി 2 തരമാണെന്നുള്ളത്. അതില് കുമ്പക്കപ്പ ഇടുന്ന പുതുമഴ ഏപ്രിൽ മാസത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡിസംബർ മാസത്തിനകത്ത് പറിക്കും. അതൊരു 9-10 മണിയാകത്തിനും 10 മാസത്തിനും പറിച്ചു കയറാം. കാരണം വെച്ചാൽ വെയിലിന്റെ കൂടുതൽ ഉള്ളത് കണ്ട് ഇലയും പൊഴിഞ്ഞു നിൽക്കും. തിലാക്കപ്പ എന്ന് പറയുന്ന തിലാക്ക മാസത്തിൽ ഇടുന്നതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ ഒരു ചിങ്ങത്തോടുകൂടി ഇടും.
തിലാക്കപ്പ എന്ന് പറഞ്ഞാൽ തിലാമഴയ്ക്ക് ഇടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ തിലാമഴ ആ സമയത്ത് പറിക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, തിലാമഴയ്ക്ക് തിലാമഴയോട് എന്ന് പറയുന്ന മാസത്തിൽ ഇടുക തിലാക്കപ്പ എന്ന് പറയുന്നത്. തിലാക്കപ്പ അതല്ലേ നമ്മള് ഉണക്കപ്പയൊക്കെ ആയിട്ട്. അല്ലല്ല, ഇത് പച്ചക്കപ്പയാ. കുമ്പക്കപ്പയാണ് ഉണക്കപ്പയായിട്ട് വരുന്നത്. ഇപ്പൊ ഡ്രയർ ഉള്ളത് കൊണ്ട് അങ്ങനെ ഇല്ലല്ലോ, ഏത് സമയത്തും ഉണങ്ങിയെടുക്കാം. ഓൾ സമയമാണല്ലോ വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എന്നാ പറഞ്ഞാലും കൃഷിക്കാരന് ഇന്ന് പറ്റിയാലെന്നായി. ഞാൻ പറഞ്ഞല്ലോ, 10 ചാക്ക് പൊട്ടാഷയിൽ 1000 രൂപ വില കയറി പോയവർക്ക് 10000 രൂപ വ്യത്യാസം. പിന്നെ യൂറിയ ഫോസ്ഫറസിന് 500-600 കിടന്ന് അതും കയറിപ്പോയി. പിന്നെ അത് തന്നെയല്ല, കോഴിവളം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വളങ്ങളെന്ന് പറഞ്ഞു വണ്ടിക്കൂലിയ. ഈ സാധനത്തിനെല്ലാം വില കയറി പോയവർക്ക് ഒരേക്കർ സ്ഥലം കൃഷി ചെയ്യുമ്പോൾ ഏകദേശം 15000 രൂപ 20000 രൂപ കൃഷിക്കാരൻ്റെ പോയിരിക്കും. അത്രയും വ്യത്യാസം വരുന്ന കൊല്ലം വരും. അത്രയും വ്യത്യാസം ഒരേക്കർ സ്ഥലത്ത് നിന്ന് പോവാണ്. അപ്പൊ ഒരു ടണ്ണ് ഉൽപാദനം വെറുതെ പോയി. അതായത് ഒരു 10 ടൺ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നമുക്കൊരു 8 ടണ്ണ് കൂട്ടിയാൽ മതി. കാരണം ബാക്കി പോവും, 2 ടണ്ണ് പോവും. അത്രയും വ്യത്യാസം വരും. കാരണം ഇത് 2 ടണ്ണ് ഉൽപ്പാദിപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്ക് 1 ടണ്ണിന്റെ ലാഭം കിട്ടുള്ളൂ. ഇതെന്താ ഇങ്ങനെ ഈ രാസവളങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് വില കൂടാൻ കാരണം? യുദ്ധമാണോ? യുദ്ധത്തിന്റെ തന്നെയല്ല, അതിനകത്ത് വേറൊരു അജണ്ട ഉണ്ട്. കാരണം വടക്കേ ഇന്ത്യ മുഴുവൻ കരിമ്പ് കൃഷിയും കാര്യമുണ്ട്. അവർക്ക് യൂറിയക്ക് സബ്സിഡി കൊടുത്ത് അവർക്ക് അത് മതി. നമ്മളെ സംബന്ധിച്ചും കേരള കർണാടകത്തിന്റെ ഈ ബോംബെ ഈ ബോർഡർ ഉണ്ടല്ലോ, അപ്പൊ കേരളത്തിനാണ് പ്രധാനമായിട്ടും പറ്റിയിരിക്കുന്നത്. അപ്പൊ അവിടെ പലവർഷ കൃഷികൾ തുടങ്ങുമ്പോൾ നമുക്ക് പൊട്ടാഷ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇല്ല. പൊട്ടാഷാണ് ഇവിടെ വേണ്ടത്, കൂടുതൽ വേണ്ട പൊട്ടാഷാണ്. നമ്മൾ പലവർഷ കൃഷികളാണ് നമ്മൾ ചെയ്യുന്നത്. കപ്പ, ചേന, ഫലങ്ങളുണ്ടാകുന്നത്. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ അവർ ചെയ്യുന്ന കരിമ്പ് അങ്ങനെയുള്ള സാധനത്തിന് വെള്ളത്തിൽ കിടക്കുന്ന നെല്ല് അങ്ങനെയുള്ള സാധനങ്ങൾ അവർക്ക് നൈട്രജൻ വേണം. നമുക്ക് യൂറിയയുടെ ആവശ്യം കുറവാണ്. ആവശ്യമുള്ള സാധനത്തിന് ചുമ്മാ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ജനം അറിയത്തില്ലാതെ വാരി ഇടുന്നുണ്ട്, നല്ല വളവും കിട്ടും. പക്ഷെ 2 വർഷം കഴിയുമ്പോൾ ആ ഭൂമി മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ കർഷകരെല്ലാം കൃഷി നിർത്തിക്കൊണ്ടിരിക്കുക. അത് അതിന് പ്രധാന കാരണം ഒന്ന്, നമുക്ക് നല്ല തൊഴിലാളികളെ കിട്ടാനില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഈ തൊഴിലാളികളെ കിട്ടാനില്ലാത്ത സമയത്ത് ടോം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കൃഷിയൊക്കെ ചെയ്യുന്നത്. കാരണം ഫുൾ മെക്കനൈസ്ഡ്, അതായത് പരമാവധി മാൻ പവർ ഒഴിവാക്കി മുഴുവൻ യന്ത്രവൽക്കരണമാണ്. ടോം എങ്ങനെയാണ് മാൻ പവർ ഇല്ലാതെ ഇത്രയും സ്ഥലത്ത് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് ഒന്ന് പറയാമോ? നമ്മളൊരു സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എത്ര മണിക്കൂർ കൊണ്ട് തീർക്കുന്ന. സാധാരണ 1 ഏക്കർ സ്ഥലം ഞാൻ പെണവിട്ട് ചെയ്യുന്നത്. പെണവിട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു പെണയായത്. അതായത് ഇങ്ങനെ ഇഞ്ചിക്കണ്ടം പോലെ അതായത് ഈ 2 നിരക്ക് അപ്പുറം ഇപ്പുറം 2 നിരക്കാണ് ഞാൻ വെട്ടുന്നത്. പണ്ടൊക്കെ 3 നിര 4 നിര വെട്ടുന്നത് വെറും പരാജയം. അതായത് കൂടെന്ന് പറയുന്ന സംഭവം എടുക്കുന്നില്ല, കൂടുമില്ല. കിളച്ചിട്ട് ജെസിബിക്ക് തന്നെ ആവശ്യമില്ല. നമ്മൾ അതിന്റെ അകത്ത് അന്നേരം കമ്പ് ഇങ്ങനെ കുത്തി ലൈൻ അടിച്ചു വിടും. അത്രയും പണിയുള്ളൂ. കമ്പ് മുറിക്കാനെന്ന് പോലും മെഷീനാണ് അല്ലെ? മെഷീൻ അടിച്ചു വിടും. അതിന് ശേഷം നമുക്ക് പ്രധാനമായിട്ടും മാൻ പവർ ഉപയോഗിച്ചുള്ള പണി എന്ന് പറയുന്നത് കള പറിക്കുക. കള പറിക്കുന്നില്ല. അപ്പൊ അതിനെന്താ ചെയ്യുന്നത്? കള പറിക്കാതെ വരുന്നത് ഞാൻ 40ാമത്തെ ദിവസം ഞാൻ മെഷീൻ ഉപയോഗിച്ച് കിളച്ചു വിടുകയല്ലേ. ആ മെഷീൻ കൊണ്ട് തന്നെയാണ് അതായത് നമ്മള് മണ്ണ് വീണ്ടും ഇളക്കുന്നത് മെഷീൻ കൊണ്ടൊന്ന് വളം ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൂട്ടി വിടുക. ഇളക്കി കൂട്ടി വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഞാൻ കളനാശിനി അടിക്കും. പിന്നെ രണ്ടാമത് വരുന്നത് കളനാശിനി. പുതുമഴ കഴിയുമ്പോൾ ഞാൻ കളനാശിനി അടിച്ചു. അപ്പൊ ഇതിനൊന്നും ചെത്തി കൂട്ടുന്നതിനോ ഒന്നും ആളുകളുടെ ആവശ്യമില്ല. ഇതേ തൂമ്പ എന്ന് പറഞ്ഞ സംഭവം ഇതിൽ തൊട്ടിട്ടില്ല. കപ്പ കൃഷിയിൽ ഞാൻ തൂമ്പ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പൊ അതാണ് ഇത്രയും ലാഭകരമായിട്ട് ഇങ്ങനെ കപ്പ കൃഷി ചെയ്യാൻ പറ്റുന്നത്. 1 ഏക്കർ സ്ഥലം ഇപ്പം പ്ലാന്റ് ചെയ്യാൻ ഒരു 6 മാൻ പവർ മതി. 1 ഏക്കർ അതായത് കപ്പ നട്ട് പറിക്കുന്നോടം വരെ. കപ്പ നട്ട് വലിച്ച് തണ്ട് വെട്ടുന്നോടം വരെയുള്ള സമയം ഞാൻ പറയുന്നത്. തണ്ട് വെട്ടുന്നോടം പിന്നെ ഈ കപ്പ പറിക്കുന്നതൊക്കെ ആളുകൾ പറിക്കും. അത് നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. കപ്പ കൃഷി ആരംഭിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും എന്തെല്ലാം വളങ്ങളാണ് ചെയ്യുന്നത്? ഞാൻ ജെസിബിക്ക് പണ വെട്ടി നടും. ആ നടുന്ന സമയത്ത് ആ നടുന്ന കൂടെ തന്നെ വാമും എക്കോ ടോണിക് എന്ന് പറഞ്ഞ സംഭവം. എക്കോ ടോണിക് എന്ന് പറഞ്ഞാൽ കുടിക്കുന്നതല്ല, ചെറിയ പഴയകാലത്തെ പഞ്ചസാരത്തരി പോലെ ഇരിക്കും, കറുപ്പ് നിറവാണ്. ഈ എക്കോ ടോണിക് ഉപയോഗിക്കുന്നതിന് ഒരു മൂലകമാണത്. അത് നമ്മൾ വളങ്ങളെയും ഈ നമ്മുടെ മൂലങ്ങളെ ഇതിന്റെ മുകളിലേക്ക് ബൂം ചെയ്തെടുത്ത്, എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ കോരി വയ്ക്കേണ്ടത് വലുതാകുകയല്ലേ എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ 100% 10% മൂലകത്തെ അതൊരു 30% വർദ്ധിപ്പിക്കും. ബൂസ്റ്റ് ചെയ്തെടുത്ത് ഇത് ചെടിയിലേക്ക് കൊടുക്കുന്ന സംഭവമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് മണ്ണിക്കട വ്യാപിച്ചോളും. ഇതേ സംഭവം തന്നെയാണ് വാമിനും ഉള്ളത്. അപ്പം വാമും എക്കോ ഷൂട്ടും ഫോസ്ഫറസും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇട്ടങ്ങ് നടും.
ആദ്യ സമയം. അത് കഴിഞ്ഞ് ഒരു 30 ദിവസം ആകുമ്പം 35-40 ദിവസത്തിനകം ഞാൻ ഇടകളയ്ക്കും, മെഷീൻ വെച്ച് ഇടകളയ്ക്കും. ആ സമയത്ത് എന്തെങ്കിലും ജൈവവളം ഒരു സ്വല്പം നന്നായിട്ട് ഇട്ട് കൊടുത്തിരിക്കും. ചിലപ്പം ചാണകമായിരിക്കും, അല്ല കോഴിവളമായിരിക്കും. ഇപ്പൊ കോഴിവളം ഇല്ല. അപ്പൊ ഈ ജൈവവളം പണ്ടുള്ള ആളുകള് ഈ കപ്പയൊക്കെ നടുന്നതിന് ഒപ്പമായിരുന്നല്ലോ ഇട്ടോണ്ടിരുന്നേ. അത് കപ്പയ്ക്കല്ലല്ലോ, അത് ചേനയ്ക്കല്ലേ? അത് ചേനയ്ക്ക. കപ്പയ്ക്ക് വകഞ്ഞിടുവായിരുന്നു. വകഞ്ഞിടുന്ന 40 ദിവസം. അതുപോലെ തന്നെ ഇത് വരുന്നേ. ഇത് നട്ട് കഴിഞ്ഞിട്ട് കെളുത്ത് കയറി വരുമ്പോൾ 35-40-45 ദിവസം ആകുമ്പോൾ അതിന്റെ ഏക്കത്തിന് മെഷീൻ പിടിക്കാൻ രീതി. അപ്പൊ ചെറുതായിട്ട് ഇതിന്റെ ചോട്ടിട്ട് മെഷീൻ ഇങ്ങോട്ട് അടിച്ച് കൂട്ടിയിട്ട് കൊടുക്കുക. ചെറുതായിട്ട് ഏപ്രിൽ മാസം ഞാൻ വളം ചെയ്യും. മെയ് മാസത്തില്. പിന്നീട് ചെയ്യുന്നത് പുതുമഴയ്ക്ക് ശേഷം അല്ലേ? പുതുമഴയ്ക്ക് ശരിക്കും മഴ. എല്ലാ കൊല്ലവും ഞാൻ ഏപ്രിൽ മാസം വളം ചെയ്യാറ്. ഇക്കൊല്ലം ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. അതിന്റെ കാരണം ഈ രാസവളം ചെയ്യുമ്പം പൊട്ടാഷ്യം യൂറിയയും കൂടെ ചെയ്യുമ്പം അതിന് കണ്ടമാനം ഇലത്തഴപ്പുണ്ടായിട്ട് പിടത്തിക്കളിയായിരുന്നു. വളർച്ച കൂടുതൽ. ഇക്കൊല്ലം എന്റെ കപ്പ ഒരെണ്ണം പോലും മറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 4.5 ഏക്കർ സ്ഥലം മറിഞ്ഞു പോയത് കഴിഞ്ഞ തവണ. വളപ്രയോഗം ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് ചെയ്യണം. ശരിക്കും മഴ പെയ്ത് തണുത്ത കാറ്റ് പിടിക്കും. പുതുമഴയ്ക്ക് കാറ്റുണ്ട്. ആ കാറ്റിന്റെ സമയത്ത് 1-2 മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ട് വളം തുള്ളുമായിരുന്നു. അപ്പം അടുത്ത കാറ്റ് വരുമ്പോൾ കപ്പ മുഴുവൻ ഒരു ഭക്ഷണം കിട്ടാതെ വെള്ളവും കിട്ടാതെ നിന്നിട്ട് പെട്ടെന്ന് എടുക്കുന്നതിന് ഇവർ ആർത്തിയോടെ ഇവർ കഴിക്കും. ആർത്തിയോടെ ഇവർ ഭക്ഷണം കഴിക്കുന്നതിനും ഇവരെന്നാ ചെയ്തിരുന്നാൽ മറിഞ്ഞു പോകും. കാറ്റ് പിടിച്ചു നിർത്താൻ പറ്റിയല്ല. അപ്പൊ അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ വളർച്ച ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ മെയ് മാസത്തിലേക്ക് ആക്കി വളപ്രയോഗം. മെയ് മാസം ചെയ്തപ്പോ ഇതാണ്ട് ഓൾറെഡി അവിടെ നിൽപ്പുണ്ട്. ഈ മെയ് മാസത്തിൽ എന്ത് വളമാണ് ചെയ്യുന്നത്? മെയ് മാസം ഞാൻ ഇന്ന് പൊട്ടാഷ്യം യൂറിയം കൊടുക്കും. ആദ്യമേ ഒരു ഫോസ്ഫറസ് കൊടുക്കും. അത് ഒന്നിച്ചാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ രണ്ടായിട്ടാണ്? ഒന്ന് പൊട്ടാഷ്യം യൂറിയം മെയ് മാസത്തിൽ കൊടുക്കും, പിന്നെ ജൂലൈ മാസത്തിൽ കൊടുക്കും. അപ്പൊ ഇതിപ്പോ ജൂലൈ മാസം ഞാൻ എന്താ കൊടുക്കുന്നത്? ജൂലൈ മാസത്തിലും പൊട്ടാഷ്യം യൂറിയം. പൊട്ടാഷ്യന്റെ അംശം കൂടിക്കൊണ്ടെങ്കിൽ യൂറിയയുടെ അംശം കുറവായിരിക്കും. ഈ പൊട്ടാഷ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി നാൾ നിർത്താൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. അതെന്നാ അതിൽ എനിക്ക് വലിയ കാരണം 45 ദിവസം ഞാൻ 2 മാസം 3 മാസവും ഞാൻ നിർത്തും. ഇതിപ്പോ ഓണത്തിന് പറിക്കാൻ പറ്റിയില്ലേ പോലും, അവർക്ക് ഓണത്തിന് പറിച്ചില്ലേ പോലും ഞാനിത് സെപ്റ്റംബർ ഒക്ടോബർ വരെ ആയാലും എനിക്ക് വിഷയമില്ല, കേസല്ല. കപ്പയൊന്നും അങ്ങനെ 1-2 പൊട്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ട് കപ്പയ്ക്ക് തൂക്കം കൂടുകയുള്ളൂ. കപ്പ പറിക്കാറായോ എന്ന് എങ്ങനെയാ അറിയുന്നത്? കപ്പ പറിക്കാറായോ എന്ന് അറിയാൻ അത് ഫോട്ടോയെ കിട്ടില്ല. കാരണം ഇതിപ്പോ നല്ല തിളങ്ങിയല്ലേ നിൽക്കുന്നേ. ഇതിന്റെ തണ്ട് ഇതങ്ങോട്ട് വിരിഞ്ഞിട്ട് ഈ ചെറിയ പാട പോലെ വരും. രണ്ടാമത്തെ ഇതിന്റെ മണ്ടയിൽ കായ അടിക്കും. അതായത് പൂത്ത് കായ ആകുമ്പോഴാണ്. പൂത്ത് കഴിഞ്ഞിട്ട് അതിന്റെ കായ തീർന്ന് വളർച്ച പിന്നെ വളരുകയല്ല. പിന്നെ അവർ സ്റ്റോർ ചെയ്യുന്നത്, അതായത് കപ്പക്കിഴങ്ങിലോട്ട് സ്റ്റോർ ചെയ്യുക. ആ സ്റ്റോർ ചെയ്യുമ്പോഴാണ് ഇതിന് നന്നായിട്ട് ഇതിൽ ഈ ഒരു പൊടി പോലെ കയറി വരും അകത്ത്. കപ്പക്കിഴങ്ങിന് ഭയങ്കര 100 നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ 100. ആ 100 ഉണ്ടെങ്കിൽ മാത്രമേ കപ്പയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, തൂക്കം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരുമാതിരി സ്ലറി കൂട്ടിയ പോലെ ചുമ്മാ ഈ തമിഴ്നാട്ടിലെ കപ്പ വരുന്ന കാണാമല്ലേ, പ്ലാസ്റ്റിക് അതിന്റെ മുറുകാവണ്ടകത്തുണ്ട് പൊട്ടിച്ച് അല്ല നമ്മൾ അളിഞ്ഞു പോകും. ഒന്നിനും സ്ലറി പോലെ ആയി പോകും. അതാണ് ഇപ്പൊ ഈ മൂക്കാതെ കപ്പ പറിച്ചത്. 7 മാസം വേണമെങ്കിലും കപ്പ പറിക്കാം. അന്നേരം തൂക്കം കിട്ടും. 1 ഏക്കറിന് 6 ടൺ കിട്ടും. വില പിന്നെ അതിന്റെ ഒരു ബിസിനസ് മാനേജ്മെന്റ് ഇതിനകത്തുണ്ട്. വില കൂടി നിൽക്കുന്നത് അത് കുറയാൻ പോകാന്നുണ്ടെങ്കിൽ നമ്മൾ പറിച്ചു കൊടുക്കുന്നില്ല. അതേസമയം വില സ്റ്റഡി ആയിട്ട് നിൽക്കുകയും വില കൂടത്തുമില്ലെങ്കിൽ നമ്മള് എത്ര 14 മാസം 16 മാസം വരെ നിൽക്കുന്നുണ്ട്. അതിനകത്ത് 1000 ചോടിന് 100 ചോട് പോയെന്ന് പറഞ്ഞാൽ പോലെ 100 ചോടിന്റെ അല്ലെങ്കിൽ 300 ചോടിന്റെ തൂക്കം ഇതാ കൂടും. അപ്പൊ ഈ വെന്ത് പോകാൻ സാധ്യതയില്ലേ? ഞാൻ പറഞ്ഞില്ല, 1000 ചോടിന് 100 ചോട് നഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് തൂക്കത്തിൽ വരുമ്പം 200 ആ 100ന് 200 നേരെ ഇരട്ടിക്കുള്ളത് നമുക്ക് തൂക്കത്തെ ഇവിടെ കിട്ടും. പറഞ്ഞെന്നേ ഉള്ളൂ. നമുക്ക് ഒരു 12 മാസം എന്നുള്ളതാണ് കണക്ക് തന്നെ. 12 മാസത്തിനുള്ളിൽ പറിച്ചാലേ നമുക്ക് ഒരു വർഷത്തിൽ ഒരു കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വർഷത്തിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ ഒക്ടോബർ 1 കുറിച്ചിട്ടിരിക്കുന്നതാണ്. മൊത്തം എന്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത് 9 ദിവസം കൊണ്ട് 12 ദിവസം കൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തത്. സെപ്റ്റംബർ അവസാനത്തെ ദിവസം തുടങ്ങി, 28-29 തുടങ്ങി, ഒക്ടോബർ 9 തീയതി മൊത്തം ഞാൻ ഫിനിഷ് ചെയ്ത എല്ലാ തൊണ്ടും കൂടെ. ഇതൊക്കെ നോക്കിയേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കൈപ്പൊടിയുള്ള, ഇതൊക്കെ 10-20 കിലോ കിട്ടുന്ന ഇത് അത്രയും നന്നായിട്ട് ഇത് കയറി വരും. ഇതൊക്കെ 20 ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇത് കൂടി വന്നിടുന്ന ഒരു 3 കിലോ കിട്ടും. ഇത് തൊട്ടടുത്ത് നിൽക്കുന്നവനെ ഇവനൊരു 3 കിലോ കിട്ടും. ഇതൊരു 10 കിലോ കിട്ടും. അപ്പുറത്തേക്ക് 8 കിട്ടും. അതിന് നാട കിടക്കുന്നത് അത് പോയി, അതിലൊന്നുമില്ല. നേതാൽ 1 കിലോ കിട്ടും. അപ്പൊ ശരാശരിയാണ് നമ്മൾ കൂട്ടുന്നത്. ശരാശരി 5 കിലോ. ശരാശരി 5 കിലോ കൂട്ടാൽ മതി. അതായത് 1 ഏക്കർ സ്ഥലം 2000 കപ്പ ഇട്ട് കൊടുക്കുക. 1000 10 ടണ്ണ് 8 ടണ്ണ് കിട്ടിക്കഴിഞ്ഞിട്ട് 8 ന്യായമായ ഒരു ഇതാണ്.
10 കിട്ടുന്ന ലാഭം 10ന് മുകളിലോട്ട് കിട്ടുന്ന ഏറ്റവും നല്ല വിളവ്. ഈ കപ്പ കൃഷി ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ കറക്റ്റ് ടൈമിൽ കൃഷി ചെയ്യുക. അതോടൊപ്പം എരമ്പുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാതിരിക്കുക അല്ലെ. എരമ്പ് ഒരു കാരണവശാലും ഇതിന് പറ്റില്ല. ആഹാരം അത് പറഞ്ഞാൽ മഴ പെയ്ത് മൂടി നിൽക്കുന്ന സമയങ്ങളുണ്ടല്ലോ, ഇതിന് പറ്റുകയില്ല. ഇക്കൊല്ലം വെയിലുള്ളത് കൊണ്ട് വിളവ് കൂടുന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മഴക്കാലം ഇതിന് പറ്റുകയില്ല. ഗ്ലൂക്കോസ് ആഹാരം പാകം ചെയ്യണ്ടേ. ആഹാരം പാകം ചെയ്ത് ഏറ്റവും കൂടുതൽ കപ്പയ്ക്കാണ് വരുന്നത്. വെട്ടമുള്ളടത്താ പറ്റുള്ളൂ. ഇത് ആഹാരം പാകം ചെയ്യണം, സൂര്യപ്രകാശം നേരിട്ടടിക്കണം. ടോം എത്ര വർഷമായി കപ്പ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ 12 കൊല്ലം കഴിഞ്ഞു. 12 വർഷമായി. 12 വർഷം സ്വന്തം സ്ഥലത്തും പാട്ടത്തിനടുത്തും ചെയ്യും. പാട്ടത്തിന ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം കൂടെ 12 വർഷം കൊണ്ട്, ഒരേക്കർ 12 വർഷം എന്ന് പറയുമ്പോ ഏകദേശം ഒരു 200-250 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പല സ്ഥലത്തായിട്ടും റീ ആയിട്ടും. ഇത് 4ാം കൊല്ലമാണ്. ഇത് 4ാം വർഷം. ഇത് 5ാം വർഷം. ഇത് 5ാം വർഷം. മറ്റേത് 4ാം കൊല്ലം അവിടെ കിടക്കുന്നുണ്ട്. 2ാം കൊല്ലത്തെ ഉണ്ട്, തന്നാണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 3ന്റെ 2 കിടപ്പുണ്ട്. അങ്ങനെ അങ്ങ് പോവും. അപ്പൊ ഇത് കണ്ടോ, ഇത് തെങ്ങിന്റെ ചോടല്ല. കാര്യം പറഞ്ഞാൽ നല്ല വെട്ടമുണ്ട്, പക്ഷെ പോയി. അന്നേരം അതിന്റെ അടുത്ത് നിൽക്കുന്നത് കിട്ടി. നമ്മളൊരു ഏക്കർ സ്ഥലത്ത് 2000 കപ്പ 2400 കപ്പ നമ്മൾ വരെ കയറ്റും. പക്ഷെ 400 കപ്പ നമ്മൾ ഓൾറെഡി കളഞ്ഞിരിക്കും. 400 കപ്പയെ പോയി നമ്മൾ 2000 കപ്പയിട്ട് എടുക്കുക. അതിലുണ്ട് 10 ടൺ എന്നുള്ളത് നമ്മൾ വെക്കും. 800 രൂപ 700 രൂപ കടന്നിരുന്ന പണിക്കൂലി ഇപ്പം 1000-1200 രൂപ ആയി. അപ്പം അതുപോലെ വണ്ടിക്കൂലി, സാധനം വളവും കാര്യങ്ങളെല്ലാം വരുമ്പോൾ നേരത്തെ ഒരു 150-200 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ 500 രൂപ എന്ന് പറഞ്ഞാലേ, അങ്ങനെ 2 ട്രിപ്പ് 3 ട്രിപ്പ് ആയി കഴിയുമ്പം പിന്നെ കളനാശിനി 300 രൂപ 350 രൂപ കടന്ന കാരണം കളനാശിനി 500-600 ആയി. എല്ലാം കൂടെ ടോട്ടലി വരുമ്പോൾ ഒരേക്കർ സ്ഥലത്തിന് ഇപ്പോഴത്തെ നിലവാരത്തിൽ കഴിഞ്ഞ കൊല്ലത്തേക്കാളും 15000 രൂപ നേരെ കൂടിക്കഴിഞ്ഞു. ഈ 15000 രൂപ 20000 രൂപ കൂടുമ്പം പിന്നെ നമ്മൾ വരുമ്പോൾ മരാമത്തും ഉണ്ട്, അരാമത്ത് ചെലവും ഉണ്ട്. അതാണ് ഇതിനകത്ത് പറ്റുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു 15 രൂപ 20 രൂപ. ഇത് കണ്ടോ, അതൊക്കെ നല്ല കപ്പയല്ലേ ഇത്. സൂപ്പർ. ഇത് കണ്ടോ, 15 രൂപ 20 രൂപ 20000 രൂപയുടെ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ 2 ടൺ കപ്പ ഉൽപ്പാദിപ്പിക്കണം. 2 ടൺ കപ്പ ഉൽപ്പാദിക്കുമ്പോൾ 10 ടണ്ണുണ്ട്, 8 ടണ്ണായിട്ട് നമുക്ക് കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 8 ടണ്ണ് കട്ട് കുറഞ്ഞു. അപ്പോൾ 16 160 നമുക്ക് കിട്ടുന്നത്. ഇതിപ്പം മാൻ പവർ ഇല്ലാഞ്ഞിട്ട് പോലും എനിക്കൊരു 70000 രൂപ, നേരത്തെ 35000 രൂപ മുടക്കമുള്ളായിരുന്നു. അതായത് ഞാൻ ചെയ്യുമ്പം പാട്ടക്കാശില്ലാതെ. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടക്കാശില്ലാതെ എനിക്ക് 45 ഇതിപ്പോ 55-65 കയറുക. അപ്പൊ പാട്ടക്കാശും കൂടെ 1 ലക്ഷം രൂപ. അപ്പൊ സാധാരണ മെക്കനൈസ്ഡ് ആയിട്ട് ഉള്ള രീതി ചെയ്യുന്നതിന് 1.5 ലക്ഷം രൂപ അവന് കിട്ടാൻ പോകുന്ന ഒരേക്കർ സ്ഥലം പറഞ്ഞിട്ടുണ്ടെന്നാൽ ഒരു 20000 രൂപ അല്ലെങ്കിൽ 25000 രൂപ കിട്ടും. അത്ര കിട്ടുള്ളൂ. പിന്നെ ചെട്ടിപ്പൈസ പോലെ തന്നെ ഈ പാവപ്പെട്ട കർഷകൻ വെറുതെ കിടന്ന് പണിയാന്നല്ല, വേറെ കാര്യമൊന്നുമില്ല. എങ്ങനെയാന്ന് 25000 രൂപ ഒരേക്കർ സ്ഥലം പാട്ടം കൊടുത്ത് പരിപാടി നടത്തി 25000 രൂപയ്ക്ക് വേണ്ടി ആര് ഇന്നത്തെ കാലത്ത് മെനക്കെടുക? കപ്പയ്ക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നാൽ ഇന്നൊരു 50 രൂപ 50 രൂപ കർഷകന് 30 രൂപയെങ്കിലും ഹോൾസെയിൽ വില കൈ കിട്ടേണ്ടതാ. എങ്കിൽ മാത്രമേ ഒരു 10 ടൺ 3 ലക്ഷം രൂപ കിട്ടുള്ളൂ. 3 ലക്ഷം രൂപയ്ക്കകത്ത് അവന് ഒരു 1.5 രൂപ, ഇപ്പൊ 1.5 ചെലവ് വരും. വരുന്ന പോലെ 1.5 രൂപ ആവും. ജേഴ്സി പണിക്കൂലി. ഞാൻ ആദ്യം 30 രൂപയ്ക്ക് എൻ്റെ തോട്ടത്തിൽ നിന്ന് വില കൂടി നിന്നപ്പം 38 രൂപയ്ക്ക് കപ്പ കൊണ്ടായതാ. 38 രൂപയ്ക്ക്. അതൊന്നും വേണ്ട. അന്ന് അവര് 8 രൂപ മാർജിൻ എടുക്കുള്ളായിരുന്നു. ഇപ്പം 20 രൂപ. ഇന്നിപ്പം നേർ പകുതി എന്ന് പറഞ്ഞ രീതിയായി. 40 രൂപ കപ്പ വില ഉണ്ടെങ്കിൽ 22 രൂപ കൂടുതൽ എടുക്കുകയില്ല. മുന്നോട്ടൊക്കെ വരാൻ പോകുന്ന വെച്ചാൽ ഈ പൊട്ടാഷിന് വില കൂടി ഇതുപോലെ ജോലി ചെലവും കാര്യങ്ങളെല്ലാം വന്നു കൃഷിക്കാരൊരു മാൻ പവറെ പണിയുന്നവർക്ക് ഭയങ്കര ചെലവാണ്. അവർക്കാര് 50000 രൂപ എന്നെക്കാളും കൂടുതൽ വരും. ഇപ്പൊ എനിക്ക് 55 പാട്ടക്കാശ് കൂടെ കഴിയുമ്പോൾ 70 രൂപ മുടക്കുണ്ടെങ്കിൽ മറ്റവർക്ക് ഒരു 1.10 മുടക്കുണ്ട്. ഇനി എനിക്കത് 1 ലക്ഷം രൂപ ആവും. 90000 രൂപ 80000 രൂപ മുടക്ക് വരും. അപ്പോൾ മറ്റവർക്ക് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ മുടക്കാവും. അവർക്ക് എന്നാ കിട്ടുന്നത്? 8 ടൺ കപ്പ കിട്ടിക്കഴിഞ്ഞിട്ട് 20 രൂപ ഓടിട്ട് 16 എന്നതാ കിട്ടുന്നത്? വെറുതെ കൃഷിക്കാരൻ പണിയാന്നേ ഉള്ളൂ, വേറെ ഒരു കാര്യവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.